പ്രൈസ് ദി ലോർഡ്. മാന്യ സദസ്സിന് ക്രിസ്തീയ വന്ദനം. ക്രിസ്തീയ സ്നേഹത്തെപ്പറ്റി അല്പസമയം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വികാരമാണ് സ്നേഹം. എന്നാൽ എന്താണ് ക്രിസ്തീയ സ്നേഹം? അത് എങ്ങനെ പ്രദർശിപ്പിക്കണം? അതിനെ ആസ്പദമാക്കി ദൈവവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നാൽ ഇവിടെ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവം നമ്മളെയും സ്നേഹിച്ചു എന്നാണ്. ഇത് പരിമിതിയില്ലാത്ത സ്നേഹം, മരണത്തിനപ്പുറമുള്ള സ്നേഹം. ഈ സ്നേഹത്തിന് അഗാപ്പെ എന്ന് പറയും. അതിൻ്റെ അർത്ഥം സ്വാർത്ഥതയില്ലാത്ത സ്നേഹം, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതുള്ള സ്നേഹം. റോമർ 5:8 ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ മാത്രമാണ് ക്രിസ്തീയ സ്നേഹം പൂർത്തിയാവുന്നത്. അതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സ്നേഹം പ്രസംഗത്തിൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലും കാണിക്കണം. വിശക്കുന്നവർക്ക് ആഹാരം, ബദ്ധന്മാർക്ക് വിടുതലും, രോഗികൾക്ക് സൗഖ്യവും, കുരുടന്മാർക്ക് കാഴ്ചയും, പാപികൾക്ക് രക്ഷയുമായി യേശുനാഥൻ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ജീവൻ നൽകി. പ്രിയമുള്ളവരെ, അതാണ് യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം. ഈ സ്നേഹം നമ്മളിലും വർദ്ധിച്ചു വരട്ടെ. ക്രിസ്തീയ സ്നേഹത്തിൻ്റെ സവിശേഷതകൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അന്യതിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പുറക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. ഇതാണ് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ഗുണങ്ങൾ. ആകയാൽ ആ ക്രിസ്തീയ സ്നേഹത്തിൽ നമുക്കേവർക്കും വളരുവാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഇവിടെ നിർത്തുന്നു. താങ്ക് യു.